രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല, മറിച്ച് രോഗം വരാതെ നോക്കലാണ്. ഇതിനാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇൽനസ്, വെൽനസ്, ഇത് രണ്ടും സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽനസ് എന്ന് പറയുന്നത് രോഗം, രോഗി, ഡോക്ടർ, ആശുപത്രി. രോഗം വന്നതിന് ശേഷമാണ്. വെൽനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗം വരാതെ നോക്കലാണ്. അതിനുതകുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ, ഇതാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന വാചകങ്ങൾ. അതിനുതകുന്ന ഏറ്റവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ബയോ മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്ത് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാഗ്നറ്റിക് തെറാപ്പി അപ്രൂവ്ഡ് ബൈ ആയുഷ് മിനിസ്ട്രി. നമ്മൾ ഗവൺമെന്റ് സൈറ്റിൽ പോയാൽ, ആയുഷിന്റെ സൈറ്റിൽ പോയാൽ ഈ പറയുന്ന മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ആയുഷ് കൊറോണ യോധ അവാർഡിന്റെ ചിത്രമാണ്. ഇതിനെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങൾ നമുക്കിന്ന് ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ ലഭിക്കും. മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നിരവധി പുസ്തകങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ: നാം കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം, സൂര്യപ്രകാശം. അതോടൊപ്പം തന്നെ ഈ 4 ഘടകങ്ങളും നമുക്ക് പരിചിതമാണ്, നമുക്ക് ഒരളവ് വരെ കിട്ടുന്നുണ്ട്. 5ാമത്തെ ഘടകം എന്ന് പറയുന്നത് മാഗ്നറ്റിക് എനർജിയാണ്. ഈ 5 ഘടകങ്ങളും ശരിയായ അളവിൽ, അനുപാതത്തിൽ നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ആരോഗ്യത്തോടെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുള്ളൂ. നിർഭാഗ്യവശാൽ ഈ 5ാമത്തെ ഘടകം മാഗ്നറ്റിക് എനർജിയുടെ അളവ്, ശരീരത്തിലേക്ക് നമുക്ക് ലഭിക്കുന്ന ഒരു അളവ് മുൻ കാലഘട്ടത്തെക്കാൾ വളരെ 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 കുറഞ്ഞിരിക്കുന്നു. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാറിയ ജീവിത സാഹചര്യത്തിൽ, വേഗതയേറിയ ജീവിത സാഹചര്യത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന മാഗ്നറ്റിക് എനർജി ലഭിക്കാതെ വന്നിരിക്കുകയാണ്. ഒരു 50 വർഷം മുമ്പ് നമ്മൾ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കോൺക്രീറ്റ് കൂടാരങ്ങളിലല്ല താമസിച്ചിരുന്നത്. ചാണകം തേച്ച തറയിലും ഓല മേഞ്ഞ വീടുകളായിരുന്നു. പാടത്തും പറമ്പിലും രാവിലെ മുതൽ വൈകിട്ട് വരെ പണിയെടുത്തിരുന്നു. കിലോമീറ്ററോളം നടന്നിരുന്നു. ഇതെല്ലാം ഇന്ന് അന്യം നിന്ന് പോയി എന്നുള്ളതാണ്. അവിടെ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളായി, പാദരക്ഷകൾ, അതായത് ഒരു ഇൻസുലേഷൻ നമുക്ക് ഘടിപ്പിക്കപ്പെട്ടു. ഭൂമിയും നമ്മുടെ ശരീരവുമായുള്ള കൃത്യമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഈ മാഗ്നറ്റിക് എനർജി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിന്റെ അളവ് വളരെ വളരെ വളരെയധികം കുറഞ്ഞു പോയി. ഇവിടെ മാഗ്നറ്റിക് തെറാപ്പി വഴി നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പറാക്കാൻ, ഇംപ്രൂവ് ചെയ്യാൻ അവിടെ കഴിയുന്നതാണ്. ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ, ഇംപ്രൂവ്സ് ഓക്സിജൻ ലെവൽ, പ്രൊട്ടക്ട് ഫ്രം ദ എനർജി ലോസ് ബൈ ദ റേഡിയേഷൻ. റേഡിയേഷൻ മൂലമുണ്ടാവുന്ന എനർജി ലോസിനെ ഇവിടെ കുറവ് വരുത്തുന്നതാണ്. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ഉൽപ്പന്നങ്ങൾ ഒന്നും തന്നെ ഒരു രോഗത്തിനുള്ള മരുന്നുകളല്ല. ഇത് ആദ്യമേ നമുക്ക് കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. നമ്മൾക്കറിയാം, ഇന്ന് സയൻസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ഏതൊരു രോഗത്തിന്റെയും അടിസ്ഥാനപരമായ ഒരു കാരണങ്ങളിൽ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ ആണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഡിസോർഡർ ആവും. അങ്ങനെ നമ്മൾ പലവിധ രോഗങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതാണ്. അപ്പൊ മാഗ്നറ്റിക് തെറാപ്പി കൊണ്ടുള്ള ഒരു ഗുണം നമ്മളുടെ ഈ സർക്കുലേഷനെ പ്രോപ്പർ ആക്കുകയും അതുവരെ ശരീരത്തെ ഡിസോർഡറിൽ നിന്ന് ഓർഡറിലേക്ക് കൊണ്ടുവരികയും അതുവഴി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് അനുഭവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള ഒട്ടനവധി രോഗങ്ങൾ നമുക്കറിയാം. കൈകാൽത്തെരിപ്പ്, ജോയിന്റ് പെയിൻ, നീർക്കെട്ട്, വെരിക്കോസ് വെയിൻ, തൈറോയിഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ വിവിധതരം അലർജികൾ, അതുപോലെ തലവേദന, അങ്ങനെ സ്കിൻ ഡിസീസുകൾ, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതിന്റെ എല്ലാം മൂല കാരണങ്ങളിൽ ഒന്ന് ഡിസോർഡറായ നമ്മുടെ ശരീരമാണ്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷനുള്ള വ്യതിയാനമാണ്. ഇതിനെ കറക്റ്റ് ആക്കുക എന്നുള്ള, പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ ഈ മാഗ്നറ്റിക് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങളിലൂടെ ഇവിടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഈ ഉൽപ്പന്നത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിയോഡൈമിയം എന്ന് പറയുന്ന എർത്ത് മാഗ്നറ്റ് ആണ്. 800 അടി താഴ്ചയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന മാഗ്നറ്റിക് പൗഡർ നിക്കൽ കോട്ടിംഗ് കൊടുത്തുകൊണ്ടാണ് ബട്ടൺസ് രൂപത്തിലാക്കിയിട്ടുള്ളത്. ഇവിടെ ചിത്രത്തിൽ കാണുമ്പോൾ നമ്മൾ
പുതിയ ആളുകൾ ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നമ്മുടെ ബഹിരാകാശ യാത്രികർ അവര് ഹെൽമെറ്റിലും ഡ്രസ്സിലും ഷൂവിലും എല്ലാം സൂട്ടിലൊക്കെ ഇത് ധരിക്കും. ഈ നിയോ ടൈമിയും ഫിറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഹിരാകാശ യാത്രയിൽ ബ്ലഡ് സർക്കുലേഷനെയും ഓക്സിജൻ ലെവലിനെയും പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് ധരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തില് നമ്മളെ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ നെയോഡൈമിയം എന്ന് പറയുന്ന പൂർണ്ണമായ ഈ ബയോമാഗ്നറ്റ് കൃത്യമായി നമ്മുടെ സർക്കുലേഷനെ പ്രോപ്പർ ആക്കുകയും അതുവഴി ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മുടെ മാട്രസ്, പില്ലോ പാഡ്, റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ്. ഇത് നമ്മുടെ ഓരോ പാക്കേജിലും നമുക്ക് ലഭ്യമാണ്. അതിന്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ച്, ഹോഴ്സ് പവർ ഒക്കെ അനുസരിച്ച് വിലയിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഏത് പാക്കേജുകൾ വേണമെങ്കിലും നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ സാധിക്കും. റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടുക, ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ജീവിതത്തിൽ ഒറ്റത്തവണ ഇതിനു വേണ്ടി നമ്മൾ പണം മുടക്കിയാൽ മതി. ഉള്ളിലേക്ക് ഒന്നും കഴിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. ഉപയോഗിക്കാൻ എളുപ്പം എന്ന് പറയാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, യോഗ നല്ലൊരു ആൾട്ടർനേറ്റീവ് സിസ്റ്റമാണ്, ഒരു തെറാപ്പിയാണ്. പക്ഷേ ഇപ്പൊ ഈ ജനുവരി മാസത്തിൽ ഒരു 100 പേര് യോഗ സ്റ്റാർട്ട് ചെയ്ത് വിചാരിക്കും, ന്യൂ ഇയർ ആയിട്ട്. ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ആ 100 പേരുന്നത് 30 25 പേരായിട്ട് ചുരുങ്ങിയിട്ടുണ്ടാവും. കാരണം യോഗ മോശമായതുകൊണ്ടല്ല, അതിനു വേണ്ടി ഒരു പ്രത്യേക ഒരു സമയം കണ്ടെത്തണം, ഒരു എഫർട്ട് ഇടണം. ഇത് പലപ്പോഴും ഈ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ മലയാളിക്ക് സാധിക്കാറില്ല. അപ്പൊ ഇവിടെ ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. കാരണം ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സമയം കണ്ടെത്തണം. നമ്മൾ കിടക്കുന്ന നമ്മുടെ ബെഡിൽ ഇത് വിരിച്ചാൽ മതി. നമ്മൾ വളയെടുത്ത പോലെ, വാച്ച് കെട്ടുന്ന പോലെ കയ്യിൽ ഇത് കെട്ടിയാൽ മതി. അടുത്തത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉള്ളിലേക്ക് കഴിക്കുന്നു എന്ന് പറയുന്നത് ശുദ്ധമായ നമ്മുടെ പച്ചവെള്ളമാണ്. അതൊരു കുപ്പിയിലാക്കിക്കൊണ്ട്, ചില്ലുകുപ്പിയിലാക്കിക്കൊണ്ട് നമ്മുടെ വാട്ടർ എനർജി പാഡ് നമ്മൾ ചുറ്റുന്നു. ആ വാട്ടർ എനർജി പാഡ് ഉപയോഗിച്ചുകൊണ്ട് ചുറ്റിയ ആ വെള്ളം ഒരു 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ അത് മാഗ്നറ്റൈസ്ഡ് ആവുന്നു, വെള്ളത്തിന്റെ കട്ടി കുറയുന്നു. സ്വാഭാവിക കട്ടി കുറഞ്ഞ വെള്ളം മനുഷ്യ ശരീരത്തിൽ ആഗിരണ ശേഷി കൂടുന്നു. സ്വാഭാവികമായും ടോക്സിൻസ് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ എല്ലാ ഓർഗനൈസിനെയും കൃത്യമായിട്ട് അത് ക്ലീൻ ചെയ്യാനും കൃത്യമായി ആക്റ്റീവ് ആക്കാനും ഈ മാഗ്നറ്റൈസ് വാട്ടർ സഹായിക്കുന്നതാണ്. അങ്ങനെ മാഗ്നറ്റൈസ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുകയും ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ 20 കിലോ തൂക്കുണ്ടെങ്കിൽ 1 ലിറ്റർ എന്ന കണക്കിൽ ഒരു 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ ഒരു ദിവസം നമ്മൾ ആ വെള്ളം കുടിക്കുകയും ഈ ബെഡിൽ കിടന്നുറങ്ങുകയും റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടുകയും ചെയ്താൽ ഒരു 90 ദിവസം മുതൽ 120 ദിവസം കൊണ്ട് നമ്മളെ ഇന്നത്തെ ആരോഗ്യ അവസ്ഥയിൽ നിന്ന് വലിയൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇവിടെ ചിത്രത്തിൽ കാണുന്ന പോലെ ധാരക്ക് ഉപയോഗിക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശരീരത്തിൽ മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ഇൻസുലിൻ പമ്പ്, പേസ് മേക്കർ പോലെയുള്ള ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികൾ, അവരിത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഗർഭിണികൾ ഇത് ഉപയോഗിക്കുന്ന കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബാക്കി ആർക്ക് വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒറ്റത്തവണ നമ്മൾ വാങ്ങിയാൽ മതി. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാസം മാസം വാങ്ങണ്ട, ഒറ്റത്തവണ വാങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ 100 കണക്കിന് ആളുകളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു മാരകമായ റിസൾട്ടുകൾ, അവിശ്വസനീയമായ റിസൾട്ടുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ പാലക്കാട് BOP ഞെട്ടിത്തരിച്ച ഒരു സംഭവമാണ്. അതായത് എനിക്ക് നടക്കില്ല എന്ന് പറഞ്ഞ വിധി എഴുതിയൊരു വ്യക്തി ഇന്നലെ അവിടെ നടന്നുകൊണ്ടാണ്, ചുരുങ്ങിയ ദിവസങ്ങൾ നമ്മുടെ ഉൽപ്പന്നം ഉപയോഗിച്ച് അത് നടന്നുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ് ഹാളിലേക്ക് വന്നത്. ആള് വികാരജനായി കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അത്രമാത്രം റിസൾട്ടാണ് ഈ ഉൽപ്പന്നം ഇന്ന് പല വ്യക്തികൾക്കും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിരവധി മാരകമായ പ്രശ്നങ്ങൾക്ക് ഈ ഉൽപ്പന്നം വളരെ വലിയ രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കി തരും. ഇന്ന് ഈ ബയോട്ടോറിയം എന്നൊരു കമ്പനി അതിന്റെ അടുത്ത ലെവലിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കമ്പനി എന്ന ലേബലിൽ നിന്ന്, അതായത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ, മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ. ഈ 4 പ്രൊഡക്ട്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഇന്ന് ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് വിപണന രംഗത്ത് കൃത്യമായി ഒരു സൂര്യ നക്ഷത്രമായിട്ട് തെളിഞ്ഞു നിൽക്കുകയാണ്. അതായത് മാഗ്നറ്റിക് പ്രൊഡക്ട്സിന് പുറമെ ഉള്ളിലേക്ക് കഴിക്കാൻ ന്യൂട്രീഷൻസിന്റെ, പോഷകങ്ങളുടെ കുറവിനെ പരിഹരിക്കാൻ സഹായിക്കുന്ന ഒട്ടനവധി ഹെൽത്ത് ഡ്രിങ്ക്, അതുപോലെ തന്നെ ലേഹ്യത്തിന്റെ രൂപത്തിലുള്ളതൊക്കെയും പുറത്തിറക്കിക്കൊണ്ട് നമ്മുടെ
ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് ഇന്ന് കമ്പനി ഒരു ടോട്ടൽ ഒരു മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് മാറിക്കഴിഞ്ഞു. അതിലെ ഏറ്റവും നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ അൾട്രാബെറി എന്ന് പറയുന്ന ഹെൽത്ത് ഡ്രിങ്ക്. ഈ ഉൽപ്പന്നത്തെ കുറിച്ച് പറയാൻ തന്നെ നമുക്ക് സത്യത്തിൽ 1 മണിക്കൂർ വേണം. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ 60-കാരനെ, അതായത് ഒരു 60-കാരൻ സ്ഥിരമായിട്ട് ഈ ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കും. ഒരു 3-4 മാസം തുടർച്ചയായി ഉപയോഗിച്ചാൽ അദ്ദേഹം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു 30-കാരനെ പോലെ ഉണർന്ന് എഴുന്നേൽക്കാൻ സാധിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. യുവത്വം കൊണ്ടുവരുന്ന പ്രൊഡക്റ്റാണ്. ഈ വിലയിൽ ഞാൻ വീണ്ടും അതിന്റെ ആധികാരികത നിങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഈ വിലയിൽ ഈ ക്വാളിറ്റിയോടുകൂടി ഇന്ത്യയിൽ നിന്ന് ഒരു ഹെൽത്ത് ഡ്രിങ്ക് വേറെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അത്രയും മഹനീയമായ ഒരു ഉൽപ്പന്നമാണ്. 21ഓളം ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഫ്രൂട്ട്സുകൾ, ബ്ലൂബെറി, എൽഡർബെറി, നോനി, ഡ്രാഗൺ ഫ്രൂട്ട് തുടങ്ങിയിട്ടുള്ള ഏറ്റവും അമൂല്യമായ ഫ്രൂട്ട്സുകളുടെ ഈ പറയുന്ന ഒരു മിശ്രണമാണ് നമ്മുടെ പറയുന്ന അൾട്രാബെറി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ ഉൽപ്പന്നം നമ്മളെ സഹായിക്കുന്നു. കൊളസ്ട്രോളിനെ, അതുപോലെ തന്നെ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, അസിഡിറ്റി, അങ്ങനെ ഒരുപാട്. ഇതിന്റെ ആന്റി ക്യാൻസർ ആണ്, ആന്റി ഏജിങ് ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പോൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഈ 3 കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് എത്രമാത്രം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടാവുന്നതാണ്. അത്രയും മഹത്തരമായ ഒരു ഉൽപ്പന്നം. അടുത്താണ് നമ്മുടെ മോർ പവർ. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ മോർ പവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപയോഗിച്ചവർ വീണ്ടും വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നം. നമ്മുടെ ശരീരത്തിലെ 11 വ്യവസ്ഥകളെ കൃത്യമായിട്ട് പരിപാലിക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം. പ്രത്യേകിച്ച് സെക്ഷൽ ലൈഫിന് ഏറ്റവും കൂടുതൽ ഗുണകരമായ ഒരു ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ മോർ പവർ എന്നുള്ളത്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നം കൂടിയാണ്, ഘടകം കൂടിയാണ്. അപ്പോൾ വളരെ അധികം ആളുകൾ ഏറ്റവും മഹത്തരമായി കാണുന്ന ഒരു ഉൽപ്പന്നം ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്നത്. ആയുഷിന് സർട്ടിഫിക്കേഷൻ കൂടിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് നമ്മുടെ മോർ പവർ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, കുടില് തൊട്ട് കൊട്ടാരം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നം, കൊച്ചുകുട്ടി മുതൽ വയോവൃദ്ധന് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉൽപ്പന്നം. അത്തരത്തില് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം തന്നെ. നെയ്യ്, ഫേസ് വാഷ്, ഫാനസ് സ്റ്റീം, ഷൂവ്, ഡ്രസ് മെറ്റീരിയൽസ്, അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കമ്പനി എത്തിക്കുകയാണ്. ഇത് 35 ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമേഴ്സിനെ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. 5 വർഷം എന്ന് പറയുന്ന ഒരു ശൈശവ കാലഘട്ടമാണ്. ആ കാലഘട്ടം നമ്മൾ പിന്നിടുകയാണ്. ഇനി യുവത്വത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ അടുത്ത 5 വർഷം നമ്മുടെ കമ്പനി മൂവ് ചെയ്യാൻ പോകും. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ ഈ ബിസിനസ് ഏറ്റെടുത്ത നമ്മളെല്ലാവരും മഹാഭാഗ്യവാന്മാരാണ്. കാരണം ഈ കമ്പനി ഏറ്റവും വേഗത്തിൽ വളരാൻ പോകുന്ന, ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ ശക്തി പ്രാപിക്കാൻ പോകുന്ന അടുത്തൊരു 5 വർഷത്തിലാണ് ഞാനും നിങ്ങളും ഈ ബിസിനസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ സമയത്ത് ഈ ബിസിനസിനെ ഗൗരവമായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫില് വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. അവരുടെ ജാതകം മാറ്റി എഴുതാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു സമയമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ കമ്പനി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്ന പ്രഗത്ഭരായ വ്യക്തികൾ. കാരണം ഇത് തുടക്ക സമയത്തേക്കും വേണ്ടി ഇന്ന് അതിന്റെ ആവശ്യമില്ല. കാരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിലെ എല്ലാവരും ബസ്സിൽ കയറിയാൽ കയ്യുമ കെട്ടിയ റിസ്റ്റ് ബാൻഡുള്ള ആളുകളെ കാണാം. പല ആളുകളും ഈ കുപ്പി, നമ്മുടെ വാട്ടർ എനർജി പാഡ് ചുറ്റിക്കൊണ്ട് നടക്കുന്ന നമ്മൾ കാണാം. അപ്പൊ സുപരിതമായി കഴിഞ്ഞു. എങ്കിൽ പോലും ചില ആളുകൾക്ക് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രശസ്തരായ ഉന്നത പദവികൾ വഹിക്കുന്ന വ്യക്തികള്, മുഖ്യമന്ത്രിമാര്, മന്ത്രിമാര്, ആയുഷ് വകുപ്പിന്റെ മന്ത്രി, അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാര് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികൾ ഈ ഉൽപ്പന്നം ഇന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നിതിൻ ഗഡ്കരി അടക്കമുള്ള കേന്ദ്രമന്ത്രി അടക്കമുള്ള വ്യക്തികൾ ഈ ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നിരവധി ആളുകളുടെ ചിത്രങ്ങൾ കാണാം. സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, സാധാരണക്കാര്, ഡോക്ടേഴ്സ്, അങ്ങനെ വിവിധ സമൂഹത്തിന്റെ, പോലീസ് ഉദ്യോഗസ്ഥര്, സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ, രാഷ്ട്രീയ മേഖലയിലുള്ള പ്രവർത്തകർ, പൊതുപ്രവർത്തകര്, അങ്ങനെ വ്യത്യസ്തരായ ആളുകളെ നമുക്ക് കാണാം. അതുപോലെ മത സാമുദായിക നേതാക്കന്മാര് ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യത്യസ്തരായ ആളുകൾ
ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ യൂട്യൂബിൽ തെരഞ്ഞാൽ 1,00,000-ലേറെ നമുക്ക് ഇതിന്റെ റിസൾട്ടുകൾ കാണാൻ പറ്റുന്നതാണ്. ഇത് തന്നെയാണ് ഇതിന്റെ ഈ ബയോടൂറിസത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഞാനിതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാണ്. ഇവിടേക്ക് ഓടി എത്താൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് ഈ ബയോടൂറിസത്തിന്റെ അപ്ഡേറ്റഡ് ബിസിനസ് പ്ലാൻ. നമുക്ക് ഇന്ന് 3 മണിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും പങ്കെടുത്തതാണ്. നമ്മുടെ കമ്പനി MD-യുടെ സൂം ഉണ്ടായിരുന്നു. അതില് അപ്ഡേഷൻസിൽ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മൾക്ക് പകർന്നു തന്നതിനും ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആ അപ്ഡേഷൻസ് എനിക്ക് വരുത്താൻ സാധ്യതയില്ല, കാരണം അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. പവർ പോയിന്റ് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്, വന്നില്ല. എങ്കിൽ പോലും അതില് ആശയത്തിലോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും മാറ്റില്ല. ചില ഉൽപ്പന്നങ്ങളുടെ വിലയിൽ ചെറിയൊരു വ്യതിയാനം വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഉൽപ്പന്നങ്ങളുടെ കോമ്പിനേഷൻ, അതായത് ഒട്ടനവധി പാക്കേജുകൾ പുതിയത് നമുക്ക് വന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള 13 PV, 25 PV, 50 PV വ്യത്യസ്തമായ കോമ്പിനേഷൻ. നമ്മൾ ഇന്നലെ വരെ ഇല്ലാതിരുന്ന വാച്ച്, ലേഡീസിന്റെ പാഡ്, മാഗ്നറ്റിക് ഷൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഫസ്റ്റ് പർച്ചേസിന് കിട്ടുകയാണ്. നെയ്യ്, അതൊക്കെ ഫസ്റ്റ് പർച്ചേസിലേക്ക് നമ്മുടെ കമ്പനി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് ഈ പറയുന്ന പാക്കേജുകൾ വരുമെന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ ആവേശഭരിതരാണ്, വളരെ വലിയ സന്തോഷത്തിലാണ്. എല്ലാവരുടെയും പ്രതീക്ഷകൾ വാനോളം വളർന്നു കഴിഞ്ഞു. കാരണം എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് കടന്നു വന്നത്? നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കാൻ വേണ്ടിയിട്ടാണ്. നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്ന, നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള ഒട്ടനവധി ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അത് സാധിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല സമയത്തും പണം നമ്മുടെ മുന്നിൽ വില്ലനായി വന്നു നിന്നിട്ടുണ്ട്. വാല്യൂ നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പണത്തിന്റെ കുറവുണ്ട്. ഇതൊക്കെയും തിരിച്ചു പിടിക്കാൻ ഏറ്റവും പറ്റിയ ഒരു സമയമാണ്, ഏറ്റവും വേഗത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ സമയം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോലെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പുതിയ അപ്ഡേഷനിൽ നമ്മുടെ കമ്പനി പ്രൊജക്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. നമ്മുടെ MD ഈ പുതിയ അപ്ഡേറ്റഡ് പ്ലാനിന് നമുക്ക് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ന്യൂ ഇയർ ധമാക്ക 2026 നമ്മുടെ MD-യുടെ പിറന്നാളിനോടനുബന്ധിച്ച്, ബർത്ത്ഡേയോട് അനുബന്ധിച്ച് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ന്യൂ ഇയർ ധമാക്ക 2026. 2026 നമ്മുടെ സമ്മാനമാണ്. അതിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളത്, ഏറ്റവും മഹനീയമായിട്ടുള്ളത്, ഏറ്റവും വാല്യൂ ഉള്ള ഒന്നാമത്തെ നമുക്ക് തന്നുള്ള പുതിയ ഒരു ഇൻകം, ഇന്നലെ വരെ നമ്മളുടെ പ്ലാനിൽ ഇല്ലാതിരുന്ന പുതിയൊരു ഇൻകമാണ് ഡയറക്ട് റഫറൽ ബോണസ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, ഡയറക്ട് റഫറൽ ബോണസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഡയറക്ട് റഫറൽ ബോണസ്. പുതിയ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് വിശദീകരിക്കുന്നത്. നമ്മളെല്ലാവരും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ടീമാണ് ബിൽഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും 2 ഓർഗനൈസേഷൻ ഉണ്ട്, ജീനിയർ സൈഡ്, വിന്നർ സൈഡ്, അല്ലെങ്കിൽ 2 ബ്രാഞ്ചുകളുണ്ട്. ഈ 2 ഓർഗനൈസേഷനിലൂടെ നടക്കുന്ന ബിസിനസിന്റെ വോള്യൂം അനുസരിച്ചാണ്, അതിന്റെ മാച്ചിങ് അനുസരിച്ചാണ് കമ്പനി നമുക്ക് വരുമാനം തരുന്നത്. അപ്പോൾ നമ്മുടെ ടീമിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളും പർച്ചേസ് ചെയ്യുന്ന പാക്കേജ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ PV ആനുപാതികമായിട്ടാണ് നമ്മൾക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും ഓരോ വ്യക്തികളെ സ്പോൺസർ ചെയ്യണം, അഥവാ റഫറൽ ചെയ്യണം. ഈ കമ്പനിയുടെ ഒരു പ്ലാൻ തുടങ്ങുന്നത് തന്നെ നിങ്ങൾ 2 വ്യക്തികളെ ഡയറക്റ്റ് ആയിട്ട് ഈ കമ്പനിയിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ബന്ധുവാവാം, സുഹൃത്താവാം. അങ്ങനെ നിങ്ങൾ ഒരാളെ ശ്രദ്ധിച്ചു കേട്ടോളൂ, പുതിയ ആളുകൾ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ചു കേട്ടോളൂ. നിങ്ങൾ ഒരു വ്യക്തിയെ ഈ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നത്തിന്റെ പാക്കേജിന്റെ PV ആനുപാതികമായിട്ട് കമ്പനി നമുക്കൊരു റഫറൽ ഇൻകം തരികയാണ്. അവർ വാങ്ങുന്നത് ഒരു പക്ഷേ 13 PV ആവാം, 25 PV ആവാം, 50 PV ആവാം, 100 PV ആവാം, 200 PV ആവാം, 300 PV ആവാം, 500 PV വരെയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി ഇറക്കുന്നുണ്ട്. ആ
അവർ പർച്ചേസ് ചെയ്യുന്ന പാക്കേജിന് ആ PVക്ക് ആനുപാതികമായിട്ട് ഡയറക്റ്റ് റഫറൽ ഇൻകം നമുക്ക് തരികയാണ്, റഫറൽ ബോണസ് നമുക്ക് തരികയാണ്. ഇത് ആർക്കാണ് കിട്ടുക? ആരാണോ റെഫർ ചെയ്യുന്നത്, ആരുടെ സ്പോൺസർ ID ആണോ നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യുന്നത്, ആ സ്പോൺസർക്കാണ് റെഫറൽ ഇൻകം കിട്ടുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എത്ര ആളുകളെ വേണമെങ്കിലും ഡയറക്റ്റ് റെഫറൽ ചെയ്യാം. ഓരോ വ്യക്തികളിൽ നിന്നും നമുക്ക് എന്ത് വാങ്ങാൻ സാധിക്കും? റെഫറൽ ബോണസ് വാങ്ങാൻ സാധിക്കും. ഇത് വലിയൊരു ഇൻകമാണ്, പുതിയൊരു ഇൻകമാണ്, ഞെട്ടിക്കുന്നൊരു ഇൻകമാണ്. ഈ ഇൻകത്തെ കുറിച്ച് മറ്റ് പല കമ്പനികളും നമ്മളുണ്ട്, പല കമ്പനികളും നമ്മൾ കാണാറുണ്ട്. റെഫറൽ ഇൻകം അത് ചെറിയൊരു സംഖ്യയാണ്, അതൊരിക്കലും ഒറ്റയ്ക്ക് തരാറില്ല, മറ്റുള്ള ഇൻകത്തിന്റെ കൂടെയാണ് തരാറ്. ഒന്നിലെ പെയർ മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ സർട്ടൻ പെർസെന്റേജ് ആവണം, അല്ലെങ്കിൽ മന്ത് ക്ലോസ് ചെയ്യണം. ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് അവരും മറ്റെല്ലാ കമ്പനികളും റെഫറൽ ഇൻകം ഇന്ന് വരെ കൊടുത്തുകൊണ്ട് പോരുന്നത്. എന്നാൽ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയെ ഈ കമ്പനിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ അവിടെ പെയർ മാച്ച് ചെയ്യേണ്ട, മാസാവസാനം വരെ കാത്തിരിക്കേണ്ട, ഇന്ന് പെർസെന്റേജ് തയ്ക്കേണ്ട. അവർ ഏതെങ്കിലും വരെ പാക്കേജ് സെലക്ട് ചെയ്ത് ഈ കമ്പനിയിലെ ഡിസ്ട്രിബ്യൂട്ടറായി മാറിക്കഴിഞ്ഞാൽ ആരാണോ ആ വ്യക്തിയെ റെഫർ ചെയ്തത് ആ വ്യക്തിക്ക് ഒരു ഡയറക്റ്റ് റെഫറൽ ബോണസ് കൊടുക്കുന്നുള്ള. ഇത് നമ്മുടെ ഇൻകത്തിൽ 10 മടങ്ങ് വർധനമാണ് വരുത്തുന്നത്. ചെറിയൊരു വർധനമല്ല, ഞെട്ടിപ്പിക്കുന്ന വർധനമാണ്. സത്യം പറഞ്ഞാൽ പല ആളുകൾക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത വർധനമാണ്. കമ്പനി ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻസ് ഉണ്ടാവും, എന്തെങ്കിലൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. ഞാൻ മുൻ മീറ്റിംഗിൽ പറഞ്ഞ പോലെ പൂ ചോദിച്ചപ്പോ നമ്മളൊരു പൂവാണ് ആഗ്രഹിച്ചത്, കമ്പനി നമുക്കൊരു പൂക്കാലമാണ് തന്നത്. അത്രയും മഹത്തരമായ നേട്ടങ്ങളാണ് ഈ പുതിയ അപ്ഡേഷനിലൂടെ കമ്പനി നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് റെഫറൽ ബോണസ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്, ബിഗിനേഴ്സിന് അവരുടെ ടീം പ്രവർത്തനം വളരെ വേഗത്തിലാക്കുന്നതിന് വേണ്ടി ടീം ബൂസ്റ്റർ ബോണസ്. അതിനൊരു കണ്ടീഷൻ വളരെ സിമ്പിൾ ആണ്, എന്നാൽ അതിനെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. തുടർച്ചയായ 10 ദിവസത്തിൽ ഒരു 10 ദിവസം, ആ 10 ദിവസത്തിനിടയിൽ ഏതെങ്കിലും 5 ദിവസം, ശ്രദ്ധിച്ച് കേൾക്കുക, ആദ്യത്തെ 5 ദിവസമൊന്നോ അവസാനത്തെ 5 ദിവസമൊന്നും ഇല്ല, 1, 3, 4, 5, 6 എങ്ങനെ വേണേയാവും, ഏതെങ്കിലും 5 ദിവസം നമ്മളുടെ 2 കട്ട് ഓഫിലും, അതായത് നമുക്കറിയാം നമുക്ക് നമ്മുടെ കമ്പനിയിൽ 2 കട്ട് ഓഫ് ആണുള്ളത്. ഒന്ന് രാവിലെ 5 AM മുതൽ 5 PM, 5 PM ടു 5 AM. ഏതെങ്കിലും 5 ദിവസം ഈ 2 കട്ട് ഓഫിലും നമ്മൾ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്താൽ 100 PV ആണ്. നിങ്ങൾ മോർണിംഗിൽ 100 PV മാച്ച് ചെയ്തു, അപ്പൊ നമുക്ക് 100 PVയുടെ അവയർനെസ് ബോണസും ഫാമിലി ബോണസും നമുക്ക് കിട്ടി. പ്ലസ് അതിന്റെ കൂടെ അഡീഷണൽ 1500 കമ്പനി തരും. ഈവനിങ്ങിലും അത് തന്നെ സംഭവിച്ചാൽ വീണ്ടും 1500 തരും. അങ്ങനെ അപ്പം ഒരു ദിവസം 3000 രൂപയായി. ഈ 10 ദിവസത്തിനുള്ളിൽ 5 ദിവസം സംഭവിക്കുന്ന സമയത്ത് 15000 രൂപ നമുക്ക് പുതിയ ഒരു ഇൻകം ആയിട്ട്, ഒരു ബോണസ് ആയിട്ട്, ബൂസ്റ്റർ ബോണസ് ആയിട്ട് കമ്പനി നമുക്ക് തരികയാണ്. ഇനി എല്ലാവർക്കും 100 PV തന്നെ വരണം, അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നല്ല. 100 പറ്റില്ല, 50 ആണെങ്കിൽ അതിന്റെ പകുതി നമുക്ക് കിട്ടും. ഇനിയിപ്പോ 100ഉം 50ഉം കാലത്ത് 100 അച്ചീവ് ചെയ്തു, വൈകിട്ട് 50 ആണ്, നോ പ്രോബ്ലം. കാലത്തപ്പോ 1500 തരും, വൈകിട്ട് അതിന്റെ 750 തരും. ഇനി 13 ആണോ, അതിനുള്ള അനുസരിച്ച് ആനുപാതികമായിട്ട് കമ്പനി തരും. ഇത് 1 ലക്ഷം വരെ വരുമാനം വാങ്ങിയിട്ടുള്ള വ്യക്തികൾക്കുള്ള, ബിഗിനേഴ്സിനുള്ളതാണ്. അപ്പൊ ബിഗിനേഴ്സിന് ഇത് വാങ്ങിക്കൊടുത്താലുള്ള നേട്ടം എന്താണ്? ബിഗിനേഴ്സിന് എന്റെ ടീമിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ ടീമിലുള്ള വ്യക്തികളെ കൃത്യമായി സെലക്ട് ചെയ്തുകൊണ്ട് അവർക്കിത് വാങ്ങിക്കൊടുത്താനുള്ള നേട്ടം, അവർ തുടക്കത്തിൽ വരുമാനം കിട്ടുമ്പോൾ ഈ കമ്പനിയിൽ അവർ സ്റ്റിക്ക് ഓൺ ചെയ്യും. നമ്മളെക്കാൾ വിശ്വാസം അവർക്ക് കമ്പനിയിലേക്ക് വരും. അവർ എല്ലാ ദിവസവും 5 ദിവസവും നിരന്തരമായിട്ട് ഈ ബോണസ് വാങ്ങുമ്പോൾ നമ്മളുടെ ഫാമിലി ബോണസും ഡെയിലി മുടങ്ങാതെ വരും. വരുമാനത്തിൽ വലിയ വർധനവുണ്ടാവും. ഇങ്ങനെ ഈ ബിഗിനേഴ്സിനുള്ള ഈ ടീം ബൂസ്റ്റർ ബോണസ് കിട്ടിയ വ്യക്തിയെ നമുക്ക് ഭാവിയിലേക്ക് ഒരു മികച്ച ഒരു ലീഡറാക്കി മാറ്റാൻ പറ്റും. ഒരു ലീഡറെ കിട്ടിക്കഴിഞ്ഞു, അങ്ങനെ കുറച്ചുപേരെ സെലക്ട് ചെയ്തുകൊണ്ട് അവരെ അതിലേക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ ഈ പ്രവർത്തനം കൊണ്ട് തന്നെ നിങ്ങൾ
ഈ ബിസിനസ്സിൽ ഒരു ദ ബെസ്റ്റ് ലീഡറായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും. പാസീവ് ഇൻകത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ഈ പറയുന്ന ഈ ബൂസ്റ്റർ ബോണസ് എന്ന് പറയുന്നത്. അങ്ങനെ 10 പേരെ തയ്യാറാക്കിയാൽ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്ഥിര വരുമാനം, സ്ഥായിയായ വരുമാനം, ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമ്മുടെ ഈ സിസ്റ്റം മുന്നോട്ട് പോകുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ 1 PV ക്ലബാണ്. വളരെ സിമ്പിളായി പറയാം, നമുക്ക് എല്ലാവർക്കും അറിയാം റീപർച്ചേസ്. ഇത് തുടക്കക്കാർക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് എല്ലാ റാങ്കിലും ഒരുപോലെയാണ്. ഒരു PV എല്ലാ മാസവും റീപർച്ചേസ് ചെയ്യുന്ന വ്യക്തി അതാത് മാസം 1 PV റീപർച്ചേസ് ചെയ്യുന്ന വ്യക്തികളെ 1 PV ക്ലബിലേക്ക് ഉൾപ്പെടുത്തുകയും കമ്പനിയുടെ ഈ പറയുന്ന റീപർച്ചേസ് ഇൻകത്തിലെ ഒരു സെർട്ടൺ പെർസെന്റേജ് ഈ 1 PV ക്ലബിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിലുള്ള എല്ലാവർക്കും തുല്യമായി ഷെയറായി എടുക്കാൻ കിട്ടാവുന്ന രീതിയിലാണ് ഈ ക്ലബ്ബ് കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഗുണം എന്താണ്? മാച്ച് ചെയ്യണ്ട. ഇനി അടുത്ത നേട്ടം എന്താണ്? നമ്മുടെ ടീമിൽ നടക്കുന്നതിന് മാത്രമല്ല നമുക്ക് ലഭിക്കുക, ഇന്ത്യയിൽ എവിടെ നടന്നാലും ടോട്ടൽ വോളിയത്തിന്റെ സെർട്ടൺ പെർസെന്റേജ് ആണ് ഈ ക്ലബിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ 1 PV ക്ലബിലുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വരുമാനം എന്റെ ടീമിലെ മാത്രമല്ല, കമ്പനിയിൽ നടന്ന ടോട്ടൽ റീപർച്ചേസ് വോളിയത്തിന്റെ പ്രോഫിറ്റിന്റെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമാണ്. 1 PV ക്ലബ്ബ് വരുമ്പോൾ അടുത്തൊരു നേട്ടം, ടീമില് റീപർച്ചേസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. ഇപ്പൊ നമ്മൾ 0.25 ആണ് റീപർച്ചേസ് ചെയ്യേണ്ടത്, എല്ലാവർക്കും അറിയാം. ഈ 0.25 ചെയ്യുന്ന 100 പേര് സ്വാഭാവികമായിട്ടും 1 ചെയ്താൽ നമ്മുടെ വരുമാനം റീപർച്ചേസിന് 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ പറ്റും. അപ്പൊ ഇൻകത്തിലെ വലിയ വർധന ഉണ്ടാക്കാൻ സാധിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ടീം ഡെവലപ്പ് ചെയ്യാനും ടീമിനെ നിലനിർത്താനും വളരെ വലിയ രീതിയിൽ കഴിയുന്നുള്ളതാണ് 1 PV മന്ത്ലി സെൽഫ് പർച്ചേസ് ക്ലബ്ബ് എന്ന് പറയും. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് 50 ലാഖിന്റെ ലോയൽറ്റി ക്ലബ്ബ്. ഇപ്പോ നമ്മുടെ ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട്, ന്യൂ ഇയർ ധമാക്കിയായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ്. ഈ കമ്പനിയിൽ നിന്ന് 50 ലക്ഷം ഇൻകം ഏൺ ചെയ്ത വ്യക്തികളുടെ ഒരു ക്ലബ്ബുണ്ട്, ഒരു ക്ലബ്ബ് രൂപീകരിക്കും. ആ ക്ലബില് അംഗമാകുന്ന വ്യക്തികൾ എങ്ങനെയാണ് അംഗമാകാൻ പറ്റുന്നത്? നമ്മൾ എന്നാണ് 50 ലക്ഷം വാങ്ങുന്നത്, നമ്മൾ ഓട്ടോമാറ്റിക് ആ ക്ലബിൽ അംഗമായിട്ട് മാറും. അങ്ങനെ വന്നാലുള്ള നേട്ടം എന്താണ്? കമ്പനി നടക്കുന്ന ടേൺ ഓവറിന്റെ റീപർച്ചേസിന്റെ 25% പ്രോഫിറ്റും കമ്പനിക്ക് ലഭിക്കുന്നതിന്റെ 20% ഈ ക്ലബിലെ അംഗങ്ങൾക്ക് തുല്യമായിട്ട് വിതരണം ചെയ്യും. അത് ലക്ഷങ്ങൾ വരുന്നുള്ളതാണ്. അപ്പോ ലീഡേഴ്സിനെ പിടിച്ചു നിർത്താനും അവരുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താനും ഈ ഇൻകം വളരെയധികം സഹായിക്കുന്നുള്ളതാണ്. ഇന്ന് പല വലിയ 50-60 വർഷം പാരമ്പര്യമുള്ള ലോകത്തിലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ അവരുടെ മെയിൻ ലീഡേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്ന ഇത്തരം കമ്പനി പ്രോഫിറ്റ് ഷെയറിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ആ ശതമാനമാണ്. ഇത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബയോട്ടർ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗ്രേറ്റ് മനോജ് സാറ്, ഡാനി സാറ് പോലെയുള്ള ലീഡേഴ്സിന് ഇനി അത് അടുത്ത മാസം മുതൽ ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ കോഴിക്കോട് നമ്മുടെ ഷായ് സാറ്, നമ്മുടെ ബെന്നി ജോസഫ് സാറ് തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ആ ക്ലബിലേക്ക് ചേക്കേറുകയാണ്. തീർച്ചയായിട്ടും വലിയൊരു വരുമാനത്തിലുള്ള വർധനമുള്ള ഒരു സാധ്യത. ഇത് എനിക്കും നിങ്ങൾക്കും ഒരു പ്രചോദനമാണ്. ഇപ്പൊ നമ്മളുടെ ടീമിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ 50 ലാഖ് ക്ലബിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അവിടെ എത്തിച്ചേർന്നാൽ നമ്മുടെ ഫ്യൂച്ചർ ഭദ്രമായി എന്നുള്ളതാണ്. നിങ്ങൾ ഉറങ്ങിക്കിടന്നാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്ന ഒരു അവസ്ഥ ഈ ക്ലബ്ബ് നമുക്ക് സൃഷ്ടിച്ചു തരും. നമ്മുടെ ഫാമിലിനെ സെക്യൂർ ആക്കും, സേഫ് ആക്കും. ധൈര്യമായിട്ട് നമുക്ക് ഈ ബയോട്ടോറിയം ഏറ്റെടുക്കാൻ സാധിക്കും, പറയാൻ സാധിക്കും. ഇനി മുതൽ ചങ്കൂറ്റത്തോടെ ഇന്ന് ഇന്ത്യയിലെ ഏത് കമ്പനിയുടെ ലീഡറുടെ മുഖത്ത് നോക്കിയും ഏത് പ്ലാനുമായിട്ടും നമ്മുടെ പ്ലാനിന് ഇനി കമ്പാരിസൺ നടത്താൻ പറ്റും. അത്ര വലിയ നേട്ടങ്ങളാണ്, മാറ്റങ്ങളാണ്, വർധനമാണ്, ഇംഗത്തിലുള്ള വർധനമാണ് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിത് പല ലീഡേഴ്സുമായിട്ട്, പല കമ്പനിയുടെ ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ അവർ ചോദിച്ച ചോദ്യം ഇതെങ്ങനെ ഈ ബയോട്ടോറിയത്തിന് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഡോക്ടർ സാഗർ ജോഷി സാർ ഡയറക്ട് സെല്ലിങ്ങിൽ ഒട്ടനവധി മാറ്റങ്ങൾ കൊണ്ടുവന്നുള്ള വ്യക്തിയാണ്. ഫാമിലി ബോണസ് അവസാനമായി കൊണ്ടുവന്ന മാറ്റങ്ങളുടെ പട്ടികയിലാണ് ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് ഗുണകരമായിട്ട് മാറുക. ഇനി ഈ കാര്യങ്ങളെ നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് നമ്മുടെ പ്ലാനിലേക്ക് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ച് പുതിയ മാറ്റങ്ങളെ കുറിച്ചാണ്.
പുതിയ പാക്കേജുകൾ, ഇതിലെ വിലകൾ നിങ്ങൾ നോക്കരുത് ദയവ് ചെയ്ത് പ്ലീസ്. കാരണം പുതിയ PPT കിട്ടാത്തത് കൊണ്ടാണ്. ഇതില് വിലകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ കോമ്പിനേഷനിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവാം. ചെറുതും വലുതുമായ ഒട്ടനവധി കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഇപ്പുള്ള ഇത് ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിലിപ്പോ കാണിച്ചത് 24,200 ഇതിൽ ചെറിയൊരു വർധനവുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ സൂപ്പർ ഡീലക്സ് നമുക്ക് കിട്ടുന്നു, അതോടൊപ്പം തന്നെ അൾട്രാബറി കിട്ടുന്നു, അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മോർ പവർ കിട്ടുന്നു. നോക്കൂ, വാങ്ങുന്ന കസ്റ്റമർക്കും അത് നേട്ടാണ്, അത് കൊടുക്കുന്ന നമ്മൾക്കും അത് നേട്ടമാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റെ പ്രത്യേകത. വാങ്ങുന്നവർക്ക് കൈ നിറച്ച് ഉൽപ്പന്നങ്ങൾ. അത് ഇതിൽ കാണിച്ച വിലയനുസരിച്ച് തന്നെ 24,200 DP നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ MRP എന്ന് പറയുന്നത് 62,500. ഇത് കൃത്യമായിട്ട് ഇങ്ങനെയല്ല, അതിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാനൊരു ധാരണ കിട്ടാൻ വേണ്ടി പറയാം. 24,200 കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നം അവരുടെ MRP റേറ്റ് 62,500. അത് റീറ്റെയിൽ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ 38,300 രൂപ ലാഭമുണ്ട്. ഒരു 6 അൾട്രാബറി, 6 30 ഗ്രാമിന്റെ നമ്മുടെ മോർ പവർ, ഇതെല്ലാം അതിന്റെ കൂടെ കിട്ടുകയാണ്. ഞാൻ തൃശ്ശൂരാണ് എന്റെ വീട്. ഞങ്ങൾ തൃശ്ശൂർ മാർക്കറ്റിൽ പോകുമ്പോൾ പച്ചക്കറി വാങ്ങാൻ പോകുന്ന സമയത്ത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനായിട്ട് അവിടെ പച്ചക്കറി വിൽക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകമുണ്ട്. നടന്നു പോകുന്ന സമയത്ത് വാരിയും കോരിയും ഇങ്ങോട്ട് വരും ചേട്ടന്മാരെ, വാരിയും കോരിയും എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ സാഗർ സാറ് വാരിയും കോരിയാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. വാങ്ങുന്ന കസ്റ്റമറുടെ മനം നിറയുന്ന ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയാണ്. അത് കൊടുക്കുന്ന നമ്മുടെ പോക്കറ്റും നിറയ്ക്കാൻ നമ്മുടെ കമ്പനി പ്രത്യേകം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ അപ്ഡേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തെങ്കിലും ചെറിയ മാറ്റമല്ല, നമ്മുടെ തലവരെയാണ് ഇതിൽ മാറുന്നത്. നമ്മുടെ ഓരോ വ്യക്തികളുടെയും സ്വപ്നങ്ങളാണ് ഇവിടെ പൂവണിയുന്നത്. നിങ്ങൾ അടുത്ത 5 വർഷം കൊണ്ട് പ്ലാൻ ചെയ്ത കാര്യം ഇവിടെ 1.5 വർഷം കൊണ്ട് നേടാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ വർധന കൊണ്ട് ഇപ്പൊ ചെയ്യുന്ന അതേ പണി ചെയ്താൽ മതി. അടുത്ത 5 വർഷം കൊണ്ട് നടക്കുന്ന കാര്യം 1.5 വർഷം കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു മാറ്റമാണ് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ വില ഞാൻ വീണ്ടും പറയുന്നു, വിലകൾ മാറ്റേണ്ടത് പഴയ മുന്നത്തെ അപ്ഡേഷനിൽ വന്നതാണ്. ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഈ പാക്കേജുകളുടെ പ്രത്യേകതയാണ്. സൂപ്പർ ഡീലക്സ് കിട്ടി, 9,800 കിട്ടി, അതിന്റെ കൂടെ 3 അൾട്രാബറി, അതുപോലെ തന്നെ 6 മോർ പവർ, 37,300 MRP പ്രൊഡക്റ്റ് 13,900 നമുക്ക് തന്നു. MRP വിറ്റ 24,000 23,400 ലാഭമുണ്ട്. വാരിയും കോരും കൈ നിറച്ച് പ്രൊഡക്റ്റ്. വാങ്ങുന്നവന് കൈ നിറച്ച് പ്രൊഡക്റ്റ് കിട്ടുന്നു, ഉപയോഗപ്രദമായ ഉൽപ്പന്നം കിട്ടുന്നു. വിൽക്കുന്ന വ്യക്തിക്ക് സംബന്ധിച്ചിടത്തോളം പോക്കറ്റ് നിറയെ പണം കിട്ടുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറയാം. അടുത്തൊരു പ്രൊഡക്റ്റ് 59,000 ഇപ്പൊ ഇന്ന് നമ്മൾ കണ്ടത്, ഇതിപ്പോ ഒരു പെയറാണെങ്കിൽ 2 പെയറുള്ളത് വന്നു. ഒരു വലിയ, അതായത് വലിയ സന്തോഷം തരുന്ന ഒട്ടനവധി ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. 59,000 ഈ പാക്കേജിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷത്തിന് മേലെ ഉൽപ്പന്നം കിട്ടുകയാണ്. കൈ നിറയെ വാരിയും കോരിയും കിട്ടുകയാണ്. ഇനി ഇതിന്റെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഞാൻ അടുത്ത സ്ലൈഡുകളിൽ അത് പറയും. ഇത് കസ്റ്റമർക്ക് കിട്ടുന്നതിനെ കുറിച്ചാണ്. ഒരിക്കലും അത് പറയാൻ ഒരാൾ മടി കാണിക്കാറില്ല, മടി കാണിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോ നമുക്കൊരു 14,000 രൂപ ഒരു പാക്കേജ് വിചാരിച്ചോളൂ. ഞാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഭൂരിഭാഗം, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. 10,700 അവർക്ക് മാഗ്നറ്റിക് പ്രൊഡക്റ്റേ വേണ്ടു, നോ പ്രോബ്ലം. 10,700 അവർ തന്നു. നമ്മളൊരു 3,200 രൂപ കൂട്ടി അതിൽ വച്ചു. നമ്മൾക്ക് 3 അൾട്രാബറി കിട്ടി. അതിന്റെ കൂടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത റഫറൽ ബോണസ് 50 PVക്ക് 2,020 രൂപ 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ നമ്മൾ 3,000 രൂപ പാക്കേജിലേക്ക് കൂട്ടിവെച്ചാൽ പോലും 2,000 രൂപ 4ാം ദിവസം തിരിച്ചു വരുമ്പോൾ നമ്മുടെ അതിലെ മുതൽ മുടക്ക് എന്ന് പറയുന്നത് വെറും 1,000-1,800 രൂപയാണ്, 1,000 രൂപയാണ്. അതിന് 3 അൾട്രാബറി നമുക്ക് കിട്ടി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങും കടയ്ക്ക് അത് ഒഴിച്ചാലും നമുക്ക് ലാഭമാണ്. ഒഴിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, അത്രയും നമുക്ക് വില കുറവിൽ ഇത് കിട്ടുകയാണ്. ഇത് 3 അൾട്രാബറി 4,000 രൂപ MRP ഉണ്ട്. നമ്മൾ കൊടുത്താൽ 12,000 രൂപയായി. നോക്കൂ, അതിന്റെ ഒരു സാധ്യതയാണ്, അനന്തമായൊരു സാധ്യത. പുതിയ ഈ കോമ്പിനേഷനിൽ ഒരുപാട് കോമ്പിനേഷൻ സാറ് പറഞ്ഞിട്ടുണ്ടെന്ന്. വാച്ച് ഉള്ളതുണ്ട്, നെയ്യ്, സോപ്പ്, അങ്ങനെ നമ്മളുടെ മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ളത് പറഞ്ഞിട്ടുണ്ട്. സാനിറ്ററി പാഡ്, അങ്ങനെയുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ വിവിധ
വിവിധമായ പാക്കേജുകൾ നമുക്ക് കമ്പനി തരികയാണ്. അത് 13 PV മുതലുണ്ട് എന്നുള്ളതാണ്. ബെറിയുടെ അൾട്രാ ബെറി, അതുപോലെ തന്നെ മോർ പവർ, വാട്ടർ എനർജി പാഡ്, അതിന് റിസ്റ്റ് ബാൻഡ് തന്നെ നമ്മൾ കാണുന്നുണ്ടായി. 5 നമ്മുടെ റിസ്റ്റ് ബാൻഡ് തന്നെയുള്ള ഒരു പാക്കേജ് കണ്ടു. അങ്ങനെ നിരവധിയായിട്ടുള്ള പാക്കേജുകളുടെ ഒരു മിക്സിംഗ് ആണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിന്റെ PPT ഇപ്പൊ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ തുടങ്ങിയതിന് ശേഷം, തുടങ്ങുന്നതിന് മുമ്പ് വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. വന്നു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അത് കൃത്യമായിട്ട് പാക്കേജുകൾ മനസ്സിലാക്കാനായി സാധിക്കും. ഈ സ്ലൈഡ് നമ്മൾ സാധാരണ നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇപ്പോഴും പഴയതുള്ളത് പോലെ ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, നമ്മൾ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ബോണസ്, വെൽക്കം ബോണസ്, ഫാമിലി ബോണസ്, സൂപ്പർ അവയർനെസ് ബോണസ്, സർപ്രൈസ് ബോണസ്, അതുപോലെ റീപർച്ചേസ് ഇൻകം, പിക്കപ്പ് സെന്റർ ബോണസ്, ഡിസ്ട്രിക്ട് സ്റ്റോക്ക് പോയിന്റ് ബോണസ്, അതുപോലെ തായ്ലാൻഡ് ട്രിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ നോമിനേഷൻ ഫെസിലിറ്റി. ഇപ്പൊ നോമിനേഷൻ ഫെസിലിറ്റിക്ക് പ്രസക്തി ഏറുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ 50 lakh ക്ലബിലേക്ക് ഒരു അംഗമായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് കോടികളുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ വാല്യൂ ഉണ്ട്. എല്ലാ മാസവും നിലയ്ക്കാത്ത ഒരു വരുമാനം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. നമ്മളില്ലെങ്കിലും നമ്മളൊരു 5-10 വർഷം വർക്ക് ചെയ്ത് ശക്തമായ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോമിനി, നമ്മുടെ ഫാമിലി, നമ്മളുടെ കുറവേ അഭാവമേ അവിടെ പ്രശ്നമായി വരുള്ളൂ. വരുമാനത്തിനെ കുറിച്ച് അവർക്ക് സങ്കടപ്പെടേണ്ടതായിട്ട് ആവശ്യം വരില്ല. ആ രീതിയിലുള്ള മികച്ചൊരു പ്ലാനിംഗ് ആണ്, മികച്ചൊരു നേട്ടമാണ് നമ്മുടെ കമ്പനി നമുക്ക് ഇന്ന് തന്നിട്ടുള്ളത്. പഴയ നമ്മുടെ പാക്കേജുകൾ, ഇതിന്റെ കൂടെ അഡീഷണൽ പാക്കേജ്, വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പുതിയ ഈ ബൂസ്റ്റർ പോയിന്റ്സും ഈ റഫറൽ ലിങ്കും ഒക്കെ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പഴയ 13 PV ഇപ്പോഴും നിലവിലുണ്ട്. ഇത് എടുത്തിട്ടും ആളുകൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താൽ പുതിയ റഫറൽ ലിങ്കും കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്ഡേറ്റ് ചെയ്യുന്ന ആ സംഖ്യക്ക് തത്തുല്യമായ അതിനേക്കാൾ വാല്യൂ ഉൽപ്പന്നവും കമ്പനി നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതായിട്ട് കാര്യമില്ല. ഇന്നലേക്കും ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ പഴയ പാക്കേജിൽ ഒരാൾ ചെയ്തു, അവർക്കിനി ആ പുതിയ റഫറൽ ലിങ്ക് കിട്ടണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രൊഡക്റ്റ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ സാറുടെ കൃത്യമായിട്ടുള്ള തീരുമാനം നമുക്ക് വ്യക്തമായി അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഉൽപ്പന്നം നമുക്ക് തരുന്നുണ്ട്. അപ്പോ വളരെ സുതാര്യമായിട്ടൊരു പ്ലാൻ ആക്കി നമ്മുടെ കമ്പനി മാറ്റിക്കഴിഞ്ഞു. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം 5 AM, 5 PM, 5 PM, 5 AM ഈ 2 കട്ട് ഓഫിലാണ് ഞാൻ അതൊക്കെ നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഈ സ്ലൈഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ നിത്യമുള്ള നമ്മുടെ അവയർനെസ് ബോണസ്, ഫാമിലി ബോണസിൽ പുതിയ അപ്ഡേഷൻസ് ഏത് രീതിയിലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത്, ഇതിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ടീമിനെ എങ്ങനെ മുന്നോട്ട് നയിക്കും എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന റഫറൽ ബോണസ്, അതായത് ഡയറക്റ്റ് നമ്മൾ ഒരാളെ സ്പോൺസർ ചെയ്യുന്ന സമയത്ത് ആ സ്പോൺസർഷിപ്പിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ബോണസ്, അത് ഓരോ PVക്കും വ്യത്യസ്തമാണ്. 13 PV ആണ് ആ വ്യക്തി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 525 രൂപ കിട്ടും. 25 PV ആണെങ്കിൽ 1010 രൂപ കിട്ടും. 50 PV ആണെങ്കിൽ 2020 രൂപ കിട്ടും. 100 PV ആണെങ്കിൽ 4040 രൂപ കിട്ടും. ഇപ്പൊ ഇന്ന് 500 PV വരെ സാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് വ്യക്തമാക്കാൻ സാധിക്കും, എമൗണ്ടുകൾ കൃത്യമായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് കണക്കൂട്ട എളുപ്പമാണ്. 100 PV 40-40, 50 PV 20-20, 25 PV 10-10. ഇതാണ് നമ്മുടെ ഡയറക്റ്റ് റഫറൽ ബോണസിന് കമ്പനി തരുന്ന ആനുകൂല്യം. ഈ സംഖ്യ നമ്മുടെ പ്ലാനിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ വലിയ ഒരു മാറ്റമാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് നമ്മുടെ പഴയ സ്ലൈഡാണ്, നിങ്ങൾ വീണ്ടും ഒന്ന് കാണുക. മുൻ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ക്രൈറ്റീരിയ അച്ചീവ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൈറ്റീരിയ അച്ചീവ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഫാമിലി ബോണസ് കിട്ടുന്നു. പ്രധാനപ്പെട്ട 2 വരുമാനം, ഒന്ന് സൂപ്പർ അവയർനെസ് ബോണസ്, 2 ഫാമിലി ബോണസ്. ഫാമിലി ബോണസ് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ഫോക്കസ്. ഫാമിലി ബോണസ് കിട്ടണമെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യണം. അപ്പൊ എന്താണ് ക്രൈറ്റീരിയ? ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ബിസിനസ് കടന്നു വരികയും 2 ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ 2 ഓർഗനൈസേഷനായി ജീനിയർ സൈഡ്, വിന്നർ സൈഡിൽ 2 വ്യക്തികളെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുക. അവരിലൂടെ 150 PVയുടെ ബിസിനസ് ഉണ്ടാവും. ഒരു സൈഡിൽ 100 PV, അടുത്ത സൈഡിൽ 50 PV, അല്ലെങ്കിൽ നേരെ തിരിച്ചു ആവും. അപ്പൊ എന്ത് വേണം ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാനായിട്ട്?
150 PV വരണം. എങ്ങനെ വരണം? 2 ഡയറക്റ്റ് റെഫറിലൂടെ വരണം. അതിൽ ഒരു സൈഡ് 100 വേണം, അടുത്ത സൈഡ് 50 വേണം. ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രമാണ് നമ്മൾ മെയിൻ അട്രാക്ഷൻ ആയ ഫാമിലി ബോണസ് ലഭിക്കുക. അപ്പോൾ ഈ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ തുടക്കത്തിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറുടെ കൂടെ അഹോരാത്രം പണിയെടുക്കുന്നു. അങ്ങനെ അവർക്ക് ഈ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 440 രൂപയാണ് കിട്ടുക. വെൽക്കം ബോണസ് 440 രൂപ. ഇവിടെ കഥ മാറി, കളി മാറി. ഈ ബയോട്ടോറിയം വേറെ ലെവലിലേക്കായി. പുതിയ അപ്ഡേഷൻ അനുസരിച്ച് നമുക്ക് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ 150 PV തന്നെ വേണം. അതായത് ഇപ്പോ 440 രൂപ കിട്ടാൻ നമ്മളെടുത്ത പണി തന്നെ ഇനി പുതിയൊരാള് പുതിയ അപ്ഡേഷനിലൂടെ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സിലൂടെ പർച്ചേസ് ചെയ്യുന്നതിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന നേട്ടം കണ്ണഞ്ചിപ്പിക്കുന്നതാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇത് പഴയത് 440 രൂപയാണെന്ന് നിങ്ങൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴും നമ്മൾ ചെയ്തത് 2 ഡയറക്റ്റ് റെഫറൽ 150 PV. സ്ക്രീനിലേക്ക് വരിക. ഇവിടെ ഈ ബയോട്ടോറിയത്തിന്റെ ഇനി വരും കാല ചരിത്രം പറയാൻ പോകുന്ന ഏറ്റവും വലിയൊരു മാറ്റം, ഏതൊരു വ്യക്തിയും പുതിയ ഒരാളെ കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊടുക്കാത്തൊരു ഇൻകം നമ്മുടെ കമ്പനി കൊടുക്കുകയാണ്. 50 PV ആണ് അവരെടുക്കുന്ന പ്രൊഡക്റ്റെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നമെങ്കിൽ ആ 50 PVയുടെ ഡയറക്റ്റ് റെഫർ ബോണസായ 2020 രൂപ നോക്കൂ. മാച്ച് ചെയ്യേണ്ട, ഒരു മാസാവസാനം വരെ കാത്തിരിക്കേണ്ട, 4ാമത്തെ ദിവസം അത് നിങ്ങൾ ആ പേ ഔട്ട്, നമ്മൾ 3 ദിവസം കൂടുമ്പോഴാണ് നമ്മുടെ കമ്പനി പേ ഔട്ട് മാക്സിമം. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തന്നെ ചെയ്താലും 4ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതായത് 2020 രൂപ 50 PVയുടെ പാക്കേജ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? മാച്ചിങ്ങിന് വേണ്ടി കാത്തിരിക്കേണ്ട. സിംഗിൾ സെയിൽ വന്നാലും നമുക്ക് വരുമാനം കിട്ടും. ഇതുകൊണ്ട് നമ്മുടെ ടീമിൽ ഉണ്ടാവുന്ന നേട്ടം എന്താണ്? ഇതാണ് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ബിസിനസ് പറയാൻ പോകുന്ന സമയത്ത് തുടക്കക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് എന്ത് കിട്ടി? ഇവിടെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്ത ഒരാൾ പോയാലും 440 കാണിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് തന്നെ ഒരാളെ റെഫർ ചെയ്തു, അവർ 50 PV എടുത്താൽ 2020 രൂപ. 100 PV ആണെങ്കിൽ 4040 രൂപ എന്റെ അക്കൗണ്ടിൽ കിട്ടി എന്നുള്ളത് മറ്റവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ നേട്ടം. 2, നമുക്ക് എത്രയും വേഗത്തിൽ ഒരു സെയിൽ വരുമ്പോൾ തന്നെ ഒരു വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും, ബിലീഫ് സിസ്റ്റം സ്ട്രോങ് ആവും, എക്സ്ട്രാ എനർജി ജനറേറ്റ് ചെയ്യും, നമ്മൾ എക്സ്ട്രാ ആളുകളെ കാണാൻ തുടങ്ങും, ഒരു എക്സ്ട്രാ വർക്ക് നമ്മൾ ഇന്ന് വരും, സ്വാഭാവികമായിട്ടും എക്സ്ട്രാ റിസൾട്ടും വരും. അപ്പൊ അടുത്ത 25 PV അല്ലെ 50 PV അല്ലെങ്കിൽ 100 PV നമുക്ക് കിട്ടും സ്വാഭാവികമായിട്ടും. അപ്പോൾ നമ്മുടെ ഡയറക്ടർ റെഫറൽ ആയതുകൊണ്ട് തന്നെ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2020 രൂപ അല്ലെങ്കിൽ 4040 കിട്ടും. നമ്മളുടെ എനർജി ലെവൽ വീണ്ടും വർദ്ധിക്കും. അപ്പോൾ വളരെ വേഗത്തിൽ പ്രവർത്തനത്തിന് ഇറങ്ങുകയും കൂടുതൽ സമയം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. അതിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാക്കാനും ഈ ഡയറക്റ്റ് റെഫറൽ ബോണസ് നമ്മളെ സഹായിക്കുന്നതാണ്. അത് ഒരു വ്യക്തി ഇത് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ടീമിനെ അത് ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യും, ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യും, ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ഒരു പേരും പെരുമയും അതിന്റെ 100 ഇരട്ടി ഈ ഒറ്റ വർഷം കൊണ്ട് ഈ ബയോട്ടോറിയം ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിക്കും. അടുത്തൊരു 6 മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ സെയിൽ എടുക്കുന്ന ഒരു കമ്പനി ആയിട്ട് ഈ ബയോട്ടോറിയം ഇന്ന് കേരളത്തിൽ മാറാൻ പോവാണ്. അതിന്റെ ഒറ്റ കാരണം ഓൺലി വൺ റീസൺ, ദാറ്റ് ഈസ് ഡയറക്ട് റെഫറൽ ബോണസ്. ഇന്ത്യയിൽ ഒരു കമ്പനിയും ഈ പറയുന്ന 2020 രൂപ ഡയറക്ട് റെഫറൽ കൊടുക്കുന്നില്ല, 450 500 കൊടുക്കുന്നുണ്ട്. അതവരെ കമ്മീഷൻ മാസാവസാന കമ്മീഷന്റെ കൂടെ അല്ലെങ്കിൽ പെയർ മാച്ച് ചെയ്യുമ്പോൾ. ഇത് ഒരൊറ്റ സിംഗിൾ സെയിൽ വന്നാലും വീണ്ടും പറയാണ്, ഒരൊറ്റ സിംഗിൾ സെയിൽ വന്നാലും ഈ പറയുന്ന 2020 4020 പോലെ ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനിയും ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ നിലവിലില്ല എന്നുള്ളതാണ്. മറ്റൊരു മാനദണ്ഡവും ഇല്ല. ഇതാണ് ഈ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നമ്മളെ വിജയത്തിന് അത് ഉറപ്പാക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത്
ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കാന്ന് നോക്കാം. നമ്മൾ നേരത്തെ 440 മറക്കണ്ട, 440 കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തത്? 2 ഡയറക്റ്റ് റഫറൽ വന്നു, അതിന്റെ 150 PV വന്നു. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 ഡയറക്റ്റ് റഫറൽ നമ്മൾ കൊണ്ടുവന്നു. അതായത് 50 50 50 3 2 ജീനിയേഴ്സിൽ ഇട്ടു, 1 വിന്നർ സൈഡിൽ ഇട്ടു. സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രൈറ്റീരിയ 150 PV വന്നു, 2 ഡയറക്റ്റ് റഫറലുണ്ട്, ക്രൈറ്റീരിയ വിൻ ചെയ്തു. പഴയ കാലഘട്ടത്തിൽ ഈ പണി ചെയ്തപ്പോ 440 കിട്ടിയപ്പോ ഈ പുതിയ പ്ലാനിൽ ഇന്ന് മുതൽ ഈ വൈകിട്ട് ഈ സമയം മുതൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കൂ, 2020 6,060 രൂപ പ്ലസ് നമ്മളുടെ ഈ പറയുന്ന ക്രൈറ്റീരിയ മാച്ച് ആയതിന്റെ, അതായത് 50 PV മാച്ചിങ്ങിന്റെ 0.88, അതായത് 8.88 എന്നുള്ള രീതിയിൽ 8.8 എന്നുള്ള രീതിയിൽ 440 അടക്കം 6,500 രൂപ കിട്ടും. 440 രൂപ കിട്ടിയ സ്ഥാനത്ത് നിന്ന് 6,500ലേക്കുള്ള വർധനവ് എന്ന് പറയുന്നത് ചെറുതല്ല, റോക്കറ്റ് വേഗതയിലാണ്. അതിനുവേണ്ടി പുതിയതൊന്നും ഒരാൾ പുതിയ വ്യക്തി ചെയ്യേണ്ട. മുമ്പ് ചെയ്യേണ്ട അതേ പണി വീണ്ടും അതേ അളവിലൂടെ ആവർത്തിച്ചപ്പോൾ 440 കിട്ടുന്നിടത്തുനിന്ന് 6,500 മാറി. എത്ര ഇരട്ടി വർധനവ് വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ വന്ന വർധനവ് അവർ എനർജി ലെവലും പ്രവർത്തനത്തിലും ബിലീഫ് സിസ്റ്റത്തിലും കാണും. അത് പിന്നീട് റിസൾട്ടായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യാൻ മാസങ്ങൾ എടുക്കില്ല, ഇനി ആഴ്ചകൾ എടുക്കില്ല. 1 2 3 എന്നുള്ള രീതിയിൽ ആളുകളെ അടിക്കും. കാരണം 1 വെച്ചു കാശ് വന്നു, 2 വെച്ചു കാശ് വന്നു, 3ാമത്തെ ഓട്ടോമാറ്റിക് വരും. ഈ രീതിയിലേക്ക് ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും, വേഗത കൂടും. സ്വാഭാവികമായിട്ടും അതിന്റെ അപ്ലയൻസിന് വോളിയം കൂടും, ഫാമിലി ബോണസിന്റെ എണ്ണം കൂടും, ഡെയിലി സീലിംഗ് ആവുന്നതിന്റെ സാധ്യത 10 മടങ്ങ് വർദ്ധിക്കും. ടോട്ടൽ കമ്പനിയുടെ വോളിയം വർദ്ധിക്കും, ടോട്ടൽ ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വർദ്ധിക്കും, ടോട്ടൽ നമ്മളെല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് വലിയ അളവിലേക്ക് ഉയർത്തപ്പെടാൻ സാധിക്കുകയാണ്. ഞാൻ വലിയ പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും തന്നെ. 2025 നമുക്ക് വന്ന ആ കുറവുകളെ കൃത്യമായ രീതിയിൽ പരിഹരിക്കാൻ 2026 ഈ പ്ലാൻ നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുള്ളതാണ്. വീണ്ടും ഡോക്ടർ സാഗർ ജോഷി സാറാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റത്തിന് ചുക്കാൻ പിടിച്ചതിന്, നമ്മളെല്ലാം നമ്മുടെ സ്വപ്നങ്ങളെ ചിറകുവയ്ക്കാൻ സമ്മതിച്ചതിന്, നമ്മുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ആ ഇനിയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചതിന് തീർച്ചയായിട്ടും ഇപ്പൊ എല്ലാവരും അവരുടെ ആ ഡ്രീം മാറ്റി എഴുതുകയാണ്. വണ്ടികളുടെ വലിപ്പം കൂട്ടുകയാണ്, ആളുകൾ വയ്ക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ് കൂട്ടുകയാണ്. കാരണം ഈ പ്ലാൻ വെച്ച് അത് പറ്റുമെന്നുള്ള ഉറപ്പ് എനിക്കും നിങ്ങൾക്കും ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ക്രൈറ്റീരിയ ചെയ്യുമ്പോൾ 6,500 നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ വലിയ ഒരു ടീമിനെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ടീമിലൂടെ ഡെയിലി നമുക്ക് PV നമ്മുടെ അവയർനെസ് ബോണസ് ലഭിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ പഴയ കണക്കനുസരിച്ച് തന്നെ 50 വരുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിൽ തന്നെ കിട്ടും. 100 വരുമ്പോൾ 850. അതുപോലെ ഒരു കട്ട് ഓഫിൽ അതിലൊന്നും മാറ്റില്ല. 1000 PV സീലിംഗ്, 1000 PV നമ്മൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് 8,800. ഒരു ദിവസം 2 കട്ട് ഓഫ് ഉള്ള സമയത്ത് 17,600. പഴയ സൂപ്പർ അവയർനെസ് ബോണസ്. ഇത് വളരെ വേഗത്തിലാവും, വളരെ വേഗത്തിലാവും. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത് നമ്മുടെ ഫാമിലി ബോണസ് ആണ്. 59 രൂപ 40 പൈസ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി ബോണസ് എന്താണ്. ഫാമിലി ബോണസിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ കരുതിയിരുന്നത്. അവയർനെസ് ബോണസ്, അതിന്റെ ഒപ്പം തന്നെ ഫാമിലി ബോണസ്. ഫാമിലി ബോണസ് എന്ന് പറയുന്നത് ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും ആ 12 മണിക്കൂർ കട്ട് ഓഫിൽ ഫ്രഷ് ബിസിനസ് വരണം. അവയർനെസ് ബോണസ് എപ്പോ വന്നാലും മതി. ഫാമിലി ബോണസ് ആ 12 മണിക്കൂർ കൃത്യമായ ആ കാലയളവിൽ വന്നാൽ മാത്രമാണ് ഫാമിലി ബോണസിന് നമുക്ക് അർഹനാവുക. അപ്പോൾ ഒരു PVക്ക് 59 രൂപ 40 പൈസ വെച്ചാണ് നമ്മുടെ കമ്പനി നമുക്ക് തരിക. സ്വാഭാവികമായിട്ട് 50 PV ആണെങ്കിൽ 2,970 രൂപയും, 100 PV ആണെങ്കിൽ 5,940 രൂപയും നമുക്ക് കിട്ടും. അപ്പൊ പെർ ഡേ 11,880 രൂപ ഫാമിലി ബോണസ് ആയിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇനി 50 PV വരുന്ന സമയത്ത് ടോട്ടൽ അവയർനെസ് ബോണസും ഫാമിലി ബോണസ് അടക്കം പഴയ പ്ലാനിൽ ഇന്ന് 5 മണി വരെയുള്ള പ്ലാനിലാണെങ്കിൽ 3,410 രൂപയാണ് ലഭിക്കുക. 100 PVയിലാണെങ്കിൽ 6,820 രൂപയാണ് ലഭിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയ പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നാളെ മുതൽ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഇൻകത്തിൽ ഉണ്ടാവുന്ന വർധനവാണ്. നോക്കൂ, ശ്രദ്ധിക്കുക സ്ക്രീനിലേക്ക്. ഫാമിലി ബോണസ്
പഴയത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. 10,700-ന്റെ 2 പാക്കേജ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 50 PV 3,410 രൂപയാണ് കിട്ടുക. ഇവിടെ പുതിയത് ഇത് 13,700 വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ആ പുതിയ വാല്യൂ ആഡഡ് പാക്കേജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 50 PV ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിലുള്ള വർധനവ് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് രണ്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വരികയാണെങ്കിൽ, ഡയറക്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാവുന്നത്. ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് റഫറൽ ബോണസ് കിട്ടി. 50 PVക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പോലെ 2020 വെച്ച് നമുക്ക് കിട്ടും. പ്ലസ് ഫാമിലി ബോണസ് പ്ലസ് അവയർനെസ് ബോണസ് 3,410 പഴയത് കിട്ടിയിരുന്നു കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് 7,450 രൂപ നമുക്ക് വാങ്ങാൻ പറ്റും. ശ്രദ്ധിക്കൂ, ഇരട്ടിയോളം സംഖ്യ ചെയ്ത് വർക്ക് സെയിം. അവിടെ മാറ്റം കൊണ്ടുപോകുന്നത് എന്താണ്? ഡയറക്റ്റ് റഫറൽ ബോണസ്. ഇനി 100 PV ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, 19,300 വയ്ക്കുന്ന സമയത്ത് 6,820 രൂപയാണ് നമുക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ പുതിയ പ്ലാൻ അനുസരിച്ച് നമുക്ക് നോക്കൂ, അതായത് നമ്മൾ വാല്യൂ ആഡഡ് പ്രൊഡക്ഷനിലെ 2 പാക്കേജുകൾ ഡയറക്റ്റ് നമ്മൾ റെഫർ ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 4,040 റഫറൽ ബോണസ്, 4,040 റഫറൽ ബോണസ് 8,080 പ്ലസ് നമ്മളുടെ ഫാമിലി ബോണസ് 5,940 പ്ലസ് 880, അതായത് 6,820 മൊത്തം കൂട്ടുന്ന സമയത്ത് 14,900. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധ 14,900. അതായത് ഒരു 12 മണിക്കൂർ കട്ട് ഓഫില് 1000 PV നമ്മൾ മാച്ച് ചെയ്തുകൊണ്ട് സീലിംഗ് അടിക്കുന്ന സമയത്ത്, സീലിംഗ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഴയ പ്ലാനിൽ ടോട്ടൽ കിട്ടിയിരുന്നത് 1000 PV മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്നത് 14,790 ആണ്. എത്ര PV വരണം? നമ്മുടെ ട്രീയില് 1000 PV വരണം. അപ്പോഴാണ് നമുക്ക് 14,790. അതില് ഫ്രഷ് ആയിട്ട് 100 PV ലെഫ്റ്റ് റൈറ്റിൽ ഉണ്ടാവും വേണം. അപ്പോഴാണ് നമുക്ക് 14 ഈ പറയുന്ന 790 വരാറ് 1000 PV വരുന്ന സമയത്ത്. ഇവിടെ പുതിയ നമ്മുടെ ഡയറക്റ്റ് റെഫർ പ്ലാൻ അനുസരിച്ച് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സുകളാണ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ വെറും 100 PV ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 14,900 ആണ്. 1000 PV ചെയ്താൽ കിട്ടുന്ന വരുമാനം വെറും 100 PV ചെയ്യുമ്പോൾ ലഭിക്കുന്നതാണ്. എത്രമാത്രം വർക്ക് ലോഡ് കുറഞ്ഞു, നമ്മുടെ വരുമാനം വർദ്ധിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പ്ലാനിൽ വന്ന വലിയ അപ്ഡേഷനാണ് ഇതൊരു മാറ്റമാണ്, കൊടുങ്കാറ്റാണ്. സാറിന്റെ ഭാഷയിൽ ഒരു ഭൂകമ്പമാണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഒരു ഭൂകമ്പം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ കമ്പനി eBay Auto. തീർച്ചയായിട്ടും ഇത്രയും കാലം ഇതിൽ സഹന ശക്തിയോടുകൂടി പിടിച്ചു നിന്ന ഓരോ പ്രവർത്തകരും അവരുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുകയാണ്. 2026 നമ്മളെ കോടീശ്വരന്മാരാക്കാൻ പോകുന്ന ഒരു വർഷമായിട്ട് മാറുകയാണ്. ഇനി നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള മറ്റ് ഡെയിലി ഇൻകം, വീക്കിലി ഇൻകം, മന്ത്ലി ഇൻകം, ഇപ്പോ ഇതില് ഒരു വർഷം മദർ പ്ലാനിലൂടെ 1,07,60,200. ഇത് പറയുമ്പോൾ ആവേശം കുറഞ്ഞു, വേറെ ഒന്നുമല്ല. 1 കോടി ചെറുതായതുകൊണ്ടല്ല, അതിനേക്കാൾ 10 മടങ്ങ് വരുമാനം വരുന്ന രീതിയിലുള്ള പ്ലാൻ അപ്ഡേറ്റ് ആയി എന്നുള്ളതാണ്. അതിലും വലിയ സംഖ്യയിലേക്ക് നമ്മുടെ കമ്പനി നമ്മൾ അപ്ഡേറ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ വലുതാക്കുക, പ്രവർത്തനത്തെ വിപുലീകരിക്കുക. തീർച്ചയായിട്ടും ആ വലിയ ഫിഗറുകൾ എത്തിപ്പിടിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ മദർ ഇൻകത്തിലൂടെ വർഷത്തിൽ 1 കോടി, അതിൽ ഏത് ആഡ് ചെയ്തിട്ടില്ല? റഫറൽ ഇൻകം ആഡ് ചെയ്തിട്ടില്ല. ഇനി അടുത്താണ് നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പ്. തായ്ലാൻഡ് ട്രിപ്പിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോയൽറ്റി റിവാർഡ് പോയിന്റ് 15,000 ലോയൽറ്റി റിവാർഡ് പോയിന്റ് വേണം. 3 ലക്ഷം രൂപ ഇൻകം നമ്മൾ വാങ്ങണം. ഇതിൽ കൃത്യമായിട്ട് പറയണു, നമ്മൾ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതില് ഈ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യണമെങ്കിൽ ലോയൽറ്റി റിവാർഡ് പോയിന്റും, അതായത് ലോയൽറ്റി നമ്മൾ കിട്ടുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ബോണസ് പ്ലസ് അവയർനെസ് ബോണസ് ആണ്. ഡയറക്റ്റ് റെഫറൽ ബോണസ് അതിൽ ആഡ് ചെയ്യുന്നതല്ല. അത് ഇന്ന് MD കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു. പല ആളുകളും തെറ്റിദ്ധരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ആ റെഫറൽ ബോണസിന്റെ ഇൻകം കൂടി ട്രിപ്പിലേക്ക് ആഡ് ചെയ്യും. ട്രിപ്പിലേക്ക്, അതായത് ലോയൽറ്റി റിവാർഡ് പോയിന്റിന് വേണ്ടി പരിഗണിക്കുന്നത് മദർ ഇൻകത്തിലെ ഫാമിലി ബോണസും അവയർനെസ് ബോണസും മാത്രമാണ്. അപ്പൊ കൃത്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് ശ്രദ്ധിക്കുക. 3 ലക്ഷം മദർ ഇൻകത്തിലൂടെ വരുമാനം വേണം. 44,100 PVയുടെ ഫാമിലി ബോണസ് അച്ചീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് തായ്ലാൻഡ് ട്രിപ്പ് കിട്ടുക. ഇന്ന് വളരെ
സന്തോഷമുണ്ട്. ഞാനത് വളരെ അഭിമാനത്തോടെ മനോജ് സാറെ അറിവോടുകൂടി തന്നെ പ്രഖ്യാപിക്കുകയാണെന്ന്. കേരള സൂമീറ്റ് നടക്കുമ്പോൾ പ്രത്യേകിച്ച് എന്റെ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തി ഇന്ന് തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഹരിപ്പാടുള്ള ഷിബു ഗോപാലൻ സാർ, അദ്ദേഹത്തിന് വലിയൊരു അഭിനന്ദനം ഈ സമയത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 15,000 പോയിന്റ് അച്ചീവ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു തായ്ലൻഡ് ട്രിപ്പ് അച്ചീവറായി മാറി. അപ്പൊ നമ്മൾ ഓരോരുത്തരും അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ തായ്ലൻഡ് ട്രിപ്പ് അച്ചീവ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ ഡയറക്ടർ റഫറൽ വന്നതോടുകൂടി, നമ്മുടെ ബിസിനസ് വോളിയം കൂടുന്നതോടുകൂടി വളരെ 6 മാസം കൊണ്ട് പ്ലാൻ ചെയ്ത ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ 2 മാസം കൊണ്ടാവാനുള്ള ഒരു സാധ്യത നമ്മുടെ പുതിയ അപ്ഡേഷൻ, പുതിയ പ്ലാൻ നമുക്ക് തരികയാണ്. തായ്ലൻഡ് ട്രിപ്പ് കഴിഞ്ഞാൽ ദുബായ് ട്രിപ്പ്, സിംഗപ്പൂർ ട്രിപ്പ്, യൂറോപ്യൻ ട്രിപ്പ്. ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിക്കേണ്ടായി 1 PV പ്രൊഡക്ഷൻ, നമ്മുടെ മന്ത്ലി സെയിൽസ് ക്ലബ്ബ്. അത് മിക്കവാറും അടുത്ത മാസം, ഈ പറയുന്ന ഇന്ന് ജനുവരി 15 ഏകദേശം, അപ്പം ഫെബ്രുവരി മാസത്തോടെ ഈ 1 PV ക്ലബിലേക്ക് നമുക്ക് പുതിയൊരു ഇംഗത്തിനായിട്ട് കടക്കാം. അപ്പോഴേക്ക് എല്ലാവരും തയ്യാറായിരിക്കുക, നിങ്ങളുടെ ടീമിനെ തയ്യാറാക്കുക. ഇപ്പൊ 0.25 പകരം 1 PVയിലേക്ക് നമ്മൾ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ 50 ലക്ഷത്തിന്റെ ആ ക്ലബിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക ഓരോ വ്യക്തികളും. കാരണം ഈ 50 ലക്ഷത്തിന്റെ ഈ ക്ലബ്ബാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്, നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു ഏറ്റവും മികച്ച ഒരു അവസരമാണ് നമ്മുടെ 50 lakh ക്ലബ്ബ് എന്ന് പറയുന്നത്. അതിലൊരു അംഗമായാൽ നമുക്കൊരു സ്ഥിര വരുമാനമായി, സ്ഥിരതയുള്ള വരുമാനമായി നമ്മുടെ വാല്യൂ ആഡ് ചെയ്യപ്പെടുകയാണ്. അത്തരത്തിലുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരണം. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് നമ്മുടെ ഈ പ്ലാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്ത ഒരു ഭൂകമ്പം, അതായത് റീപർച്ചേസ് ബോണസ്. എല്ലാവർക്കും അറിയാം, ഇത് ഡയറക്ട് സെൽ ഇൻഡസ്ട്രിയിൽ ഏത് കമ്പനി എടുത്തു നോക്കിയാലും റീപർച്ചേസിംഗ് ഉള്ള കമ്പനികളാണ്, റീപർച്ചേസിംഗ് നടക്കുന്ന കമ്പനികളിലാണ് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സും ഏറ്റവും കൂടുതൽ ഇൻകവും സ്ഥിരതയുള്ള ഇൻകം കാണും. നമ്മുടെ കമ്പനിയും ശൈശവദശയിൽ നിന്ന് പിന്നിട്ട കാലഘട്ടത്തിൽ റീപർച്ചേസിലേക്ക് കടന്നു കഴിഞ്ഞു. നമ്മളിവിടെ ചെയ്യേണ്ടത് 0.25 ആണ്. ഓരോ വ്യക്തികളും 0.25 നമ്മൾ എല്ലാ മാസവും ചെയ്യണം. നമ്മുടെ ജോയിനിങ് ഡേറ്റുമായി ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ട തീയതി. ആ 0.25 ചെയ്യുമ്പോൾ മാത്രമാണ് ലോയൽറ്റി റിവാർഡ് പോയിന്റ് ക്യാരി ഫോർവേഡ് ചെയ്യുകയുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മുടെ ബോണസുകൾ നമുക്ക് കമ്പനിയിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും റീപർച്ചേസ് ചെയ്ത് തുടങ്ങുക, ടീമിനെ അത് പരിശീലിപ്പിക്കുക, അതിന് ഉതകുന്ന ഉൽപ്പന്നങ്ങൾ സെർച്ച് ചെയ്യുക. ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. നമുക്ക് മാഗ്നറ്റിക് പ്രൊഡക്ട്സുകൾ തന്നെയുണ്ട്, അതുപോലെ തന്നെ അൾട്രാബറി ഉണ്ട്, മോർ പവർ ഉണ്ട്, നെയ്യ്, സോപ്പ്, അങ്ങനെ നിരവധി. ഇനിയും ആ ശ്രേണിയിലേക്ക് ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കമ്പനി. MD പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മനോജ് സാറ് സ്വകാര്യ സംഭാഷണം നമ്മോട് പറഞ്ഞ കാര്യം, ഈ പ്ലാൻ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബൈനറി പ്ലാൻ, മദർ പ്ലാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് റീപർച്ചേസിനുള്ള മുന്നൊരുക്കാണ്. അപ്പൊ ഈ 15 ദിവസത്തിനുള്ളിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു ചേരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, കുടില് തൊട്ട് കൊട്ടാരം വരെ, കൊച്ചുകുട്ടി മുതൽ വയോവൃദ്ധന് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് നമ്മുടെ കമ്പനി വരികയാണ്. അപ്പൊ ആ രീതിയിലേക്ക് എത്തുന്ന സമയത്ത് റീപർച്ചേസിംഗിലും വലിയൊരു വർധനവാണ് നമ്മുടെ കമ്പനി നമുക്ക് തരുന്നത്. നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന പോലെ 0.25 നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നിലവിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വീണ്ടും അവരുടെ സ്വന്തം ഐഡിയിൽ അവരെ വീട്ടാവശ്യത്തിനോ വിൽപ്പനയ്ക്കോ വാങ്ങുന്നതിനെയാണ് നമ്മൾ റീപർച്ചേസ് എന്ന് പറയുന്നത്. ബൈനറി ഇൻകം വരണമെങ്കിൽ പുതിയ ബിസിനസ് വരണമെങ്കിൽ റീപർച്ചേസിൽ ഇൻകം വരാനായിട്ട് പുതിയൊരാൾ വരണമെന്നില്ല. നിലവിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർ വീണ്ടും പർച്ചേസ് ചെയ്താൽ മതി. അങ്ങനെ 0.25 അവർ ചെയ്യണം. 0.25 നമ്മളുടെ ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും വരുന്ന സമയത്ത് അതിന്റെ 157.50 പൈസയാണ് 0.25 മാച്ചിന് നമുക്ക് കിട്ടുക. അങ്ങനെ × 4 ഒരു PVക്ക് 630 രൂപയാണ് നമുക്ക് വരിക. നമ്മുടെ മുന്നത്തെ റീപർച്ചേസ് പ്ലാൻ അനുസരിച്ച് ഒരു ദിവസം ഒരു കട്ട് ഓഫ്, അതായത് 12 മണിക്കൂർ കട്ട് ഓഫിൽ നമുക്ക് 100 PV ആയിരുന്നു സീലിംഗ്. 63,000, 630 കഴിഞ്ഞ ഡിസ്കഷനിൽ സാറ് വ്യക്തമാക്കി അത് 1,500 PV ആക്കി മാറ്റി. എന്നാൽ ഇന്നത്തെ ഫൈനൽ ഡിസ്കഷനിൽ നമുക്കുള്ള PPTയിൽ ഇന്ന് ഫൈനൽ പറഞ്ഞത് 2,500 ആണ്. ഒരു 12 മണിക്കൂർ കട്ട് ഓഫിൽ 2,500 PV മാച്ചിങ് സീലിംഗ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ഭൂകമ്പം ഉണ്ടാക്കുകയാണ്. ഒരു 12 മണിക്കൂറിനുള്ളിൽ ഈ ബയോട്ടോറിയത്തിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്
15,70,50,000 രൂപ വരെ സമ്പാദിക്കാൻ, റീപർച്ചേസിലൂടെ സമ്പാദിക്കാനുള്ള അവസരം തരുന്നു. ഒരു ദിവസം 2 സൈക്കിൾ ഉണ്ട്. 15,70,50,000 ഇൻറ്റു 2 31,50,000 നമുക്ക് വാങ്ങാം. 31,50,000 നമുക്ക് വാങ്ങാം. ഒരൊറ്റ ദിവസം പെർ ഡേ 31 ലക്ഷം റീപർച്ചേസ് ഇൻകത്തിനുള്ള സാധ്യത നമ്മുടെ കമ്പനി തുറക്കുകയാണ്. നോക്കൂ, അതിലെ ഒരു മാസത്തെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 30 ഇൻറ്റു 30 നിങ്ങൾ നോക്കി നോക്കൂ. അതായത് ഒരു ദിവസം 30 ആണെങ്കിൽ 10 ദിവസമായ 3 കോടി അല്ലേ? അപ്പൊ 30 ദിവസമായാൽ അതായത് 94. ഈ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ പ്ലാൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ടോട്ടൽ നമ്മൾക്ക് എന്ത് നേടാൻ സാധിക്കും നമുക്ക് നോക്കാം. ബൈനറിയിലൂടെ ഒരു വർഷത്തെയാണ് ഞാൻ പറയുന്നത്. ടോട്ടൽ നമ്മളൊരു വർഷത്തെ ഒരു പ്ലാൻ 1 കോടി 7 ലക്ഷം ഈ പറയുന്ന സംഖ്യ നമ്മൾ എത്തിച്ചേരുന്നു. നമ്മുടെ മദർ പ്ലാനിലൂടെ 1 കോടി എന്ന് പറയുന്ന സംഖ്യ, റീപർച്ചേസിലൂടെ ഒരു വർഷം 113 കോടിയാണ്. കേൾക്കുമ്പോ തലചുറ്റുന്നു, നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമാകുന്നു. പക്ഷെ ഇത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇന്ന് ഈ ബയോട്ടോറിയത്തിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് കേവലം 35 ലക്ഷം മാത്രമാണ്. ഇന്ത്യൻ ജനസംഖ്യയിലെ ഒരു 10% ആളുകളിലേക്ക് നമുക്ക് ഈ ബിസിനസിനെ, ഈ ഉൽപ്പന്നത്തെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് ആളുകൾ ഈ സംഖ്യ വാങ്ങുന്നത് നമ്മുടെ നാട്ടിലുണ്ടാവും. അതായത് നമ്മുടെ വാർഷിക സംഖ്യ എന്ന് പറയുന്നത് 114 കോടി രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാനായി ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാൻ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിശ്വസനീയമാണെങ്കിലും കേവലം വർഷങ്ങൾക്കുള്ളിൽ ഇത് സാധ്യമാകുക തന്നെ ചെയ്യും. തീർച്ചയായും ഇതിന്റെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് മനുഷ്യരാണ്. അത് ഏറ്റവും അധികമുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. 114 കോടി രൂപ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടാനുള്ള ഒരു അവസരം കൂടി നമ്മുടെ കമ്പനി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇത്രയും മഹത്തരമായ ഒരു പ്ലാൻ, ഇത്രയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മഹത്തരമായ ഒരു പ്ലാനാണ് നമ്മുടെ കമ്പനി നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഈ പ്ലാനെ ഏറ്റവും മനോഹരമായി ആര് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമയം കുറച്ചധികം എടുത്തു, കാരണം പുതിയ പ്ലാൻ ആയതുകൊണ്ട്, ഡീറ്റെയിൽ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒന്നും ഞങ്ങൾ കടക്കുന്നില്ല. അപ്പൊ എന്തായാലും ഈ പ്ലാൻ 114 കോടി ഉറക്കത്തിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് തുളഞ്ഞു കയറട്ടെ. ആ 114 കോടിയുടെ ഒരു 10% ആയാൽ ഏകദേശം 14 കോടി, 1% ആയാൽ 1 കോടിക്ക് മേലെ. അതെങ്കിലും ആ 1% പ്രവർത്തനങ്ങളും ചെയ്യാനുള്ള ഒരു മാനസിക വലിപ്പത്തിലേക്ക്, പക്വതയിലേക്ക് ഞാനും നിങ്ങളും ഉണർന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കോടീശ്വരന്മാരുടെ ഒരു നീണ്ട നിര തന്നെ സൃഷ്ടിക്കാനാവും. അതിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും, ഓരോ വ്യക്തികൾക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. കാരണം ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സാണ്, നമ്മുടെ ഓരോ വ്യക്തികളുടെ ജീവിതമാണ്. നമ്മൾ ഓരോരുത്തരും കാത്തിരുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ വലിയേറിയ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അവസരത്തെ നമുക്ക് ഉപയോഗിക്കാം. നമ്മളെ മാറ്റി നിർത്തിയവരെ മുന്നിൽ, നമ്മളെ തള്ളിപ്പറഞ്ഞവരെ മുന്നിൽ, നമ്മളെ കൊണ്ട് ഇത് കഴിയില്ല എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ ചെയ്ത് കാണിച്ചുകൊണ്ട് ഈ ബയോട്ടോറിയം ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് ഉറക്കെ പറയാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന് ഒരു വലിയൊരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ.